ഹായ് ഫ്രണ്ട്സ്, ഡ്രീം റൈഡ് 360 എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ലഡാക്ക് യാത്ര അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ യാത്രയുടെ റൂട്ട് മാപ്പ് നിങ്ങൾക്ക് സ്വമേധയാ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇങ്ങനെ സ്വമേധയാ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ യാത്രയിൽ ഉണ്ടാകുന്ന മാർഗ്ഗ തടസ്സങ്ങളോ ദിശ മാറുന്ന സാഹചര്യമോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വമേധയാ അതിൽ മാറ്റം വരുത്തുവാൻ യാത്രക്കിടയിൽ തന്നെ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ മറ്റൊരാളുടെ യാത്രാ പ്ലാനിനെ കോപ്പി ചെയ്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുവാൻ നിങ്ങൾക്ക് കഴിയാതെ വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ യാത്രാ പ്ലാൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് നിങ്ങൾക്ക് സ്വമേധയാ പരിശീലിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. മുൻപ് യാത്ര ചെയ്ത വ്യക്തികൾ വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി യാത്ര ചെയ്ത് അവർ സുരക്ഷിതമായി എത്തി അവർക്ക് കൃത്യമായ സ്ഥലങ്ങളിൽ താമസ സൗകര്യങ്ങളൊക്കെ ലഭിച്ചു എന്നുള്ളതൊക്കെയാണ് അതേ പ്ലാൻ കോപ്പി ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കും അവർക്ക് ലഭിക്കുന്ന വ്യത്യസ്തമായ യാത്രയിലുണ്ടാകുന്ന തടസ്സങ്ങൾ, യാത്രാമധ്യയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ സമയങ്ങളെ വളരെയധികം വ്യത്യാസപ്പെടുത്തും. അതുകൊണ്ട് ഒരിക്കലും അവരെ ഫോളോ ചെയ്ത് അതേ ദിശയിൽ അതേ ദിവസങ്ങളെടുത്ത് യാത്ര ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരുപക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഒരുപക്ഷെ വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ നിങ്ങളുടെ ദിശ മാറ്റിവിടുന്ന സാഹചര്യത്തിൽ മറ്റൊരാളുടെ യാത്രാ പ്ലാനെ അതേപോലെ കോപ്പി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രാ പ്ലാൻ സ്വന്തമായി നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും തരണം ചെയ്യുവാനും നിങ്ങളുടെ യാത്രാമധ്യം ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഒരുപക്ഷെ വഴി തിരിച്ചുവിടേണ്ട സാഹചര്യം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ പ്ലാനിലേക്ക് മറ്റൊരു റൂട്ടിലൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യുവാനും കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വമേധയാ നിങ്ങൾക്ക് സ്വന്തമായി എങ്ങനെ റൂട്ട് പ്ലാൻ തയ്യാറാക്കാമെന്ന് മനസ്സിലാക്കാം. സ്വന്തമായി ഒരു യാത്രാ പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുടെ കൈവശം ഒരു ഇന്ത്യൻ ഭൂപടം ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ കയ്യിലെടുക്കുക. അതിനുശേഷം ഒരു റെഡ് മാർക്കർ ഉപയോഗിച്ച് നിങ്ങൾ ഏത് ദിശയിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം അവയിൽ നിങ്ങൾ പ്രധാനമായിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഒരു റെഡ് ഡോട്ട് ഇട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഗോവയിൽ എന്തെങ്കിലും കാഴ്ച കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗോവ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ മുംബൈയിലെ ഏതെങ്കിലും ഭാഗം കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുംബൈ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗുജറാത്തിലെ ഏതെങ്കിലും സ്ഥലം നിങ്ങൾ പ്രത്യേകിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡോട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് രാജസ്ഥാനിലെയും പഞ്ചാബിലെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ഏതെല്ലാം സ്ഥലങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ഡോട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഡ് മാർക്ക് ചെയ്ത് ഓരോ സ്ഥലങ്ങളെയും രേഖപ്പെടുത്തിയ ശേഷം ഇവയിൽ ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് നിങ്ങൾക്കൊരു ചങ്ങല പോലെ നിങ്ങൾക്കൊരു റൗണ്ട് ട്രിപ്പ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഒരു 360 ഡിഗ്രി എന്നതുപോലെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് കണക്ട് ചെയ്ത് ഒരു റൗണ്ട് ട്രിപ്പാക്കി മാറ്റിയാൽ ഒരുപക്ഷെ നിങ്ങൾ പോയ ദിശയിലൂടെ തന്നെ നിങ്ങൾ ഗോവ സൈഡിലൂടെ പോയിട്ട് നിങ്ങൾ തിരിച്ച് അതിലൂടെ തന്നെ വരികയാണെങ്കിൽ പോയ അതേ യാത്രാ മാർഗം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ അത് വളരെയധികം വിരസത അനുഭവപ്പെടും. അതിനാൽ നിങ്ങൾ ഒരു ദിശയിലൂടെ യാത്ര ചെയ്ത് മറ്റൊരു ദിശയിലൂടെ തിരിച്ചു വരുന്നതാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിശയിലൂടെ ക്ലോക്ക് വൈസ് റോഡ് വേണോ ആൻറ്റി ക്ലോക്ക് വൈസ് റോഡ് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി നാം തയ്യാറാക്കിയ യാത്രാ പ്ലാനിൽ നമുക്ക് കറങ്ങി തിരിച്ച് എത്തുവാനായിട്ട് എത്ര കിലോമീറ്ററുകൾ ആവശ്യമായി വരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ യാത്ര ആരംഭിക്കുന്ന നിങ്ങളുടെ കേരളത്തിലെ നിങ്ങളുടെ പോയിന്റിൽ നിന്നും ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്ര കിലോമീറ്ററുകൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി എത്ര കിലോമീറ്ററുകൾ വരുന്നുണ്ടോ എന്ന് കണ്ടെത്താം. അങ്ങനെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വരെ എത്ര കിലോമീറ്ററുകൾ വരുന്നു എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ നിന്ന് രണ്ടാമത്തെ യാത്രയ്ക്ക് വേണ്ടി രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ സ്ഥലത്തേക്ക് എത്ര കിലോമീറ്ററുകൾ വരുന്നു എന്ന് മനസ്സിലാക്കാം. അതേപോലെ ഓരോ ദിവസത്തെ ഡെസ്റ്റിനേഷനാക്കി മാറ്റി ഓരോ പോയിന്റുകൾ തമ്മിൽ നിങ്ങൾക്ക് പ്ലസ് ചെയ്ത് മൊത്തം കിലോമീറ്ററുകൾ എത്ര വരുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചത് കേരളത്തിൽ കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് ആദ്യ ദിനം ഞങ്ങൾ ഉച്ചയ്ക്ക് ബേക്കൽ ഫോർട്ടിലെത്തി. ബേക്കൽ ഫോർട്ടിൽ ആദ്യ ദിവസം താമസിക്കുകയുണ്ടായി. ബേക്കൽ ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ മുരുടേശ്വർ ടെമ്പിൾ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്തത്. മുരുടേശ്വർ ടെമ്പിളിലെത്തി. മുരുടേശ്വർ ടെമ്പിളിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ ഗോവയിലേക്ക് ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്തത്. ഗോവയിൽ നിന്നും പൂനെ റൂട്ട് ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. പൂനെയിൽ നിന്നും അതേപോലെ കണക്ട് ചെയ്ത് രാജസ്ഥാൻ, ഗുജറാത്ത് അങ്ങനെയുള്ള ഓരോ ദിശയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റുകളിൽ നാം ഏതെല്ലാം സ്ഥലങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഓരോ സ്ഥലങ്ങൾ തമ്മിൽ കൂട്ടി നമുക്ക് നമ്മുടെ കിലോമീറ്റർ കണ്ടെത്താവുന്നതാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു റൂട്ട് പ്ലാനിൽ യാത്ര ചെയ്താൽ എത്ര ദിവസം നമുക്ക് ആവശ്യമായി വരുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഓരോ ദിവസവും കിലോമീറ്ററുകളേക്കാൾ പ്രധാനമായിട്ടും എത്ര മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ആരംഭിച്ച് നിങ്ങളുടെ സ്ഥലത്ത് നിന്നും ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വരെ എത്ര കിലോമീറ്ററുകൾ ഉണ്ട് എന്ന് നോക്കുക. നമുക്ക് ഒരു ദിവസം മിനിമം 300 കിലോമീറ്ററും
മാക്സിമം 500 കിലോമീറ്ററും എന്നുള്ള ഒരു ദൂരപരിധി വെച്ചുകൊണ്ടായിരിക്കണം യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. കാരണം അമിതമായിട്ട് ഒരു ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾക്ക് 700-800 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ്, എന്നാൽ അത് തന്നെ കണ്ടിന്യൂസ് ചെയ്യാൻ കഴിയുമെന്ന് കരുതി ഓരോ ദിവസവും അതേപോലെ ചെയ്യാൻ ശ്രമിച്ചാൽ പതുക്കെ പതുക്കെ നമ്മളുടെ യാത്ര അത് ദുഷ്കരമാകും, നമ്മൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളിലേക്ക് വരും. അതുകൊണ്ട് പതുക്കെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ ഒരു പഴമൊഴി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഓരോ ദിവസവും ചെറിയ യാത്രാ സംഖ്യകളായ കിലോമീറ്ററുകൾ കവർ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ പല സ്ഥലത്തും കിലോമീറ്ററുകളും മണിക്കൂറുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. റോഡിൻ്റെ അവസ്ഥയും മറ്റും കാര്യങ്ങളും ബ്ലോക്കുള്ള സിറ്റികളൊക്കെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് സമയ വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഗൂഗിൾ എത്ര മണിക്കൂറാണ് പറയുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷൻ വരെ 500 കിലോമീറ്ററുകളാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് എത്ര മണിക്കൂറാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വേണം നിങ്ങളുടെ യാത്ര ആരംഭിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് 8 മണിക്കൂറോ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന ഡെസ്റ്റിനേഷനിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷൻ വരെ 8 മണിക്കൂർ ആവശ്യപ്പെടുന്നു ഗൂഗിൾ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിരാവിലെ യാത്ര ആരംഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വൈകുന്നേരം ഇരുട്ടാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ ഒരുപക്ഷെ 10 മണിക്കോ 11 മണിക്കോ ഒക്കെയാണ് യാത്ര ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് യാത്രയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പരമാവധി രാവിലെ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ പരമാവധി നിങ്ങൾ നോക്കുക നിങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരെ. ഒരുപക്ഷെ അടുത്ത ഡെസ്റ്റിനേഷൻ വരെ കാണിക്കുന്നത് 700 കിലോമീറ്ററാണ് കാണിക്കുന്നതെങ്കിൽ അതിന് മുൻപുള്ള ഏതെങ്കിലും ഒരു ടൗണിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. മാക്സിമം 500 കിലോമീറ്ററുകളിലുള്ള ഏതെങ്കിലും ഒരു ടൗൺ കണ്ടെത്തി അവിടെ സ്റ്റേ ചെയ്യുക. അവിടെ ഇരുട്ടുന്നതിന് മുൻപ് എത്താൻ പറ്റുവാൻ ഏത് സമയത്ത് യാത്ര തിരിക്കണമെന്ന് മനസ്സിലാക്കി ആ സമയത്ത് യാത്ര തിരിക്കുക. അതാണ് ഏറ്റവും അനുയോജ്യം. ഇതേപോലെ ഒരു യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നാം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതുപോലെ നിരവധി സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളൊക്കെ കയറി കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ കയറി കാണുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രധാനമായിട്ട് ഈ പറയുന്ന താജ്മഹൽ പോലെയുള്ളത്, കുത്തബ് മിനാർ, അതേപോലെ തന്നെ ഉദയ്പൂർ പാലസ്, അങ്ങനെയുള്ള മൊണാസ്ട്രികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം പ്രധാനമായിട്ടും ആ ഒരു സ്ഥലത്തെത്തി സ്റ്റേ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ തന്നെ പ്ലാൻ ചെയ്യുക. ഒരുപക്ഷെ അടുത്ത സ്ഥലം എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരെ എത്തുവാനായിട്ട് ആ ഒരു സ്ഥലത്ത് എത്തുവാൻ വേണ്ടി വൈകിട്ട് ഇരുട്ടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അവിടെ എത്തി നിങ്ങൾക്ക് താമസിക്കാൻ കഴിയുവാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അന്ന് രാത്രി അവിടെ ഒരു നൈറ്റ് വാക്കിംഗ് ഒക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ പിറ്റേ ദിവസം അതിരാവിലെ നിങ്ങൾക്ക് നിങ്ങളുടെ റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ കണ്ട് തിരിച്ചെത്തുകയാണെങ്കിൽ നിങ്ങളുടെ ലഗേജ് എല്ലാം അതിനുശേഷം അവിടെ നിന്ന് കളക്ട് ചെയ്ത് പോയാൽ മതി. ഒരുപക്ഷെ യാത്രാ മധ്യയാണ് നമ്മൾ അവിടെ എത്തുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ പറയുന്ന സ്ഥലം കാണുവാൻ കയറാനായിട്ട്. അതല്ല എങ്കിൽ ഒരുപക്ഷെ ക്ലോക്ക് റൂമിലൊക്കെ നമ്മൾ സാധനം കൊണ്ടുപോയി ബാഗൊക്കെ അഴിച്ചു വെച്ച് അതിനൊരു തുക നൽകേണ്ടിയൊക്കെ വരും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഈ യാത്രയിൽ കാണുവാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനുകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ വൈകുന്നേരം എത്തി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനും ആ സ്ഥലത്തിൻ്റെ രാത്രി ഭംഗിയൊക്കെ ആസ്വദിക്കുവാനും അതിരാവിലെ ആ സ്ഥലം കാണുവാനൊക്കെ കഴിയും. അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കുകയാണെങ്കിൽ ഈ യാത്രയിൽ വളരെ മനോഹരമായ ഒരു യാത്രയാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് താമസ സൗകര്യങ്ങളെക്കുറിച്ച്. എല്ലാവരും ഹോട്ടൽസിനെയാണ് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു യാത്രയിൽ മറ്റൊരാൾ ഇതിന് മുൻപ് യാത്ര ചെയ്ത ഒരാളുടെ യാത്രാ പ്ലാനിനെ അതേപോലെ കോപ്പി ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് അവർ താമസിച്ച സ്ഥലങ്ങളിലൊക്കെ നമുക്ക് താമസിക്കാൻ സാധിക്കും. അവർ എടുത്ത ഹോട്ടലുകളുടെ കോൺടാക്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് എത്താൻ പറ്റുമെന്നുള്ളൊരു തോന്നലാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ യാത്രാ പ്ലാൻ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ യാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ബുക്ക് ചെയ്ത ഹോട്ടൽസൊക്കെ വെറുതെ നഷ്ടമായി പോകും. അപ്പോൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ യാത്ര ചെയ്ത ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി നാളത്തെ യാത്രയെക്കുറിച്ച് ഇന്ന് രാത്രി തന്നെ പരിശോധിക്കേണ്ടതാണ്. കാരണം ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ നാളത്തെ യാത്ര എത്ര മണിക്ക് ആരംഭിക്കണം, അത് രാവിലെ ആരംഭിക്കേണ്ടതാണോ ഇല്ലെങ്കിൽ കുറച്ച് വൈകി ആരംഭിച്ചാൽ മതിയാവുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കി യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുക. അതേപോലെ തന്നെ നാം എത്തുന്ന ഡെസ്റ്റിനേഷനിലെ ഒരുപക്ഷെ തിരക്കുള്ള ഡെസ്റ്റിനേഷനുകളൊക്കെ ആണെങ്കിൽ അവിടെ ഹോട്ടൽസിനൊക്കെ ഒരുപാട് ചാർജുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് അവിടുത്തെ ഹോട്ടൽസിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കൂടുതലാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ ഡെസ്റ്റിനേഷന് മുമ്പുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങൾക്ക് താമസ സൗകര്യങ്ങൾ അത്യാവശ്യം താമസ സൗകര്യങ്ങളുള്ള സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. അപ്പോൾ എപ്പോഴും ഹോട്ടൽസ് ബുക്ക് ചെയ്യേണ്ടത് തലേദിവസം രാത്രി നാം എത്തിയ സ്ഥലത്ത് നിന്ന് ഹോട്ടൽസ് ലഭ്യമാണോ എന്ന് മനസ്സിലാക്കുക. പിറ്റേ ദിവസം രാവിലെ ഹോട്ടൽ റൂംസ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എത്തുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഉച്ചയോട് കൂടി നമ്മൾ ഹോട്ടൽ റൂംസ് ചെക്ക് ചെയ്ത് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം.
അപ്പോൾ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ എപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഫ്രീ ക്യാൻസലേഷൻ ഉള്ള ഹോട്ടലുകളിൽ മാത്രം ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഒരുപക്ഷെ നമുക്ക് യാത്രാമധ്യേ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് ദിശ മാറിപ്പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നാൽ അത് നമുക്ക് ഹോട്ടൽ ഫ്രീ ക്യാൻസലേഷൻ ഇല്ല എങ്കിൽ നമ്മുടെ പണം നഷ്ടമാകുന്നതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഹോട്ടലിൽ ഫ്രീ ക്യാൻസലേഷൻ ഉള്ള ഹോട്ടൽ മാത്രം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ യാത്രാ പ്ലാനുകളെക്കുറിച്ച് ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ നിന്ന് രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരവും സമയവും കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. അതേപോലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ നിന്ന് മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് 3-ാം ദിവസത്തെ യാത്രയെക്കുറിച്ച് ഏകദേശം ഒരു രൂപരേഖ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. എന്നാൽ ഈ പറയുന്ന ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ നിന്ന് രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ പ്രധാനമായിട്ടും കടന്നു പോകുന്ന ടൗണുകളിലെ സ്ഥലങ്ങളുടെ പേരുകൾ നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഫോൺ കംപ്ലൈൻറ്റ് വരുന്ന സാഹചര്യങ്ങളോ ഇല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു റൂട്ട് പ്ലാനിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ നഷ്ടമായി പോവുകയാണെങ്കിൽ വഴിയിൽ കാണുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഈ ദിശയിൽ യാത്ര ചെയ്യണം. ഇപ്പോൾ ഒരുപക്ഷെ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് എളുപ്പ വഴി ഏതാണെന്നൊരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്ന എല്ലാവർക്കും അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. പക്ഷേ അടുത്തൊരു ടൗൺ, ഏറ്റവും അടുത്തുള്ളൊരു വലിയ ടൗണിനെ കുറിച്ച് അവർക്ക് വലിയ ധാരണ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകത്തിൽ അതുപോലുള്ള സ്ഥലത്തിൻ്റെ പേരുകൾ എഴുതി വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അതും ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ യാത്ര ചെയ്യുന്ന ദിശയെക്കുറിച്ച് മനസ്സിലാക്കി അവ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ടൗണുകളുടെ പേരുകളും രേഖപ്പെടുത്തി വയ്ക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഓർത്ത് വയ്ക്കുക. അങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ യാത്ര വളരെയധികം സന്തോഷകരമായി നിങ്ങൾക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള ഒരു യാത്രയിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് കവറേജ് ലഭിക്കാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട സാഹചര്യം ഒരുപക്ഷെ നേരിടേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുവാനായിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നിരവധി ഓഫ്ലൈൻ മാപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫ്ലൈനായും സേവ് ചെയ്ത് കഴിയുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ അതുകൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ റേഞ്ച് ലഭിക്കാത്ത സാഹചര്യങ്ങളൊക്കെ വളരെ ഈസിയായി തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ യാത്രയിലുണ്ടാകുന്ന മാർഗ്ഗ തടസ്സങ്ങൾ നിങ്ങളുടെ ദിശ തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് സ്വമേധയാ നിങ്ങളുടെ യാത്രാ പ്ലാനിൽ മാറ്റം വരുത്തുവാനും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പരമാവധി എളുപ്പത്തിൽ എത്തിക്കുവാനൊക്കെ നിങ്ങൾക്ക് സ്വയം പര്യാപ്തത നേടുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സ്വയം യാത്ര ചെയ്യുന്ന പ്ലാൻ നിങ്ങൾ സ്വയം നിർമ്മിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ യാത്രാമധ്യേ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെ നമുക്ക് ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിക്കാനായിട്ട് പ്രത്യേകിച്ച് 2 റോഡുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇവയിൽ ഒന്ന് പത്താൻകോട്ട് വഴി നമുക്ക് മുകളിലേക്ക് ശ്രീനഗറിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതും ഒന്ന് ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ നിന്ന് ആരംഭിച്ച് കിലോങ് വഴി റോത്താങ്ങിലൂടെ നമുക്ക് ലേയിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ടുള്ള 2 റോഡുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇവയിൽ ഇവിടെ യാത്ര ചെയ്ത ഗുൽമർഗ്, അതേപോലെ തന്നെ താൽ ലേക്ക്, അതേപോലെ തന്നെ പെഹൽഗാം, അതേപോലെ നിരവധി പ്രദേശങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള മറ്റൊരു വീഡിയോ, എങ്ങനെയാണ് ഒരു ജമ്മു കാശ്മീർ നമുക്ക് മുഴുവനായിട്ട് കവർ ചെയ്യുവാൻ കഴിയുന്നത് എങ്ങനെയെന്നുള്ള മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ഒരു ചാനലിലൂടെ നിരവധി ലഡാക്ക് യാത്രയ്ക്ക് സഹായകമാകുന്ന വീഡിയോകൾ ഇതിനകം ഞാൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങളവ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും അവയെല്ലാം കാണുവാൻ ശ്രമിക്കുക. ഒരു ലഡാക്ക് യാത്ര നിങ്ങളുടെ സ്വപ്നമാണ് എങ്കിൽ നിങ്ങളുടെ യാത്ര സന്തോഷകരമായി പൂർത്തീകരിക്കുവാൻ അവ നിങ്ങൾക്ക് സഹായകമാകും. ഇനിയും നിരവധി വീഡിയോകൾ ഈ ഒരു ചാനലിലൂടെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഷെയറും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ലഭിക്കുവാനായി ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.